ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഡേറ്റാ ചോർച്ചയിൽ പുതിയ രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന ആരോപണം. പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും ചെന്നിത്തല. ശ്രീറാം സാംബശിവറാവു എഴുതിയ കത്ത് പുറത്തുവിട്ടു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സിബിഐക്ക് കനത്ത തിരിച്ചടി. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കുറ്റവിമുക്തരാക്കി. നടപടി ഡൽഹി റോസ് അവന്യൂ കോടതിയുടേത്. തെളിവുകളില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് സിബിഐക്ക് രൂക്ഷ വിമർശനം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവ്. മുൻ മുഖ്യമന്ത്രി മുതിർന്ന നേതാവുമായ ഒ പനീർസെൽവം DMK-യിൽ MLA സ്ഥാനം രാജിവെച്ചു. അംഗത്വം സ്വീകരിച്ചത് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ സാന്നിധ്യത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയതലത്തിൽ സജീവമായി നിലനിർത്താൻ BJP. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് യുവമോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച്. സോണിയ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച അന്വേഷിക്കണമെന്ന ആവശ്യം. ശബരിമല കൊടിമര നിർമ്മാണ അന്വേഷണത്തിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. സ്വർണം സംഭാവന നൽകിയതിന്റെ വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. സ്വർണം സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് സുഹൃത്തായ സുരേഷ് ഗോപി എന്ന് മോഹൻലാൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവും പുറത്തേക്ക്. ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം. കേസിൽ ഇതുവരെ ജയിൽ മോചിതരായത് 6 പ്രതികൾ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 4 പേർ പുറത്തിറങ്ങിയത് സ്വാഭാവിക ജാമ്യം നേടി. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. രക്തസമ്മർദ്ദം സാധാരണ നിലയിലെത്തിയതായും കൈകളുടെ മരവിപ്പ് മാറിയെന്നും ആശുപത്രി വൃത്തങ്ങൾ. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും. വീണ ജോർജിന്റെ പേര് കേൾക്കുമ്പോഴേ ആളുകൾക്ക് ചിരി വരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. മന്ത്രി കോമഡി ക്യാരക്ടറായെന്നും പരിഹാസം. CPM നടത്തുന്ന അക്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും VD സതീശൻ. സംസ്ഥാനത്ത് രോഗികളെ വരച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം. പ്രതിഷേധം ശക്തമാക്കാൻ KGM-CTI. ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ യോഗങ്ങൾ. നിസ്സംഗത തുടർന്ന് സർക്കാർ. ദക്ഷിണേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തി അഫ്ഗാനിസ്ഥാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ. മിലൻ ആക്രമണത്തിന് ഓപ്പറേഷൻ ലിൽഖക്ക് എന്ന് പേരിട്ടു. ഓപ്പറേഷനിൽ 133 പേർ കൊല്ലപ്പെട്ടെന്ന് പാക് സൈന്യം. 55 പാക് സൈനികരെ കൊലപ്പെടുത്തിയതായി അഫ്ഗാനും. താലിബാനെ നിയന്ത്രിക്കാൻ സൗദി അറേബ്യയുടെ സഹായം തേടി പാകിസ്ഥാൻ. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. 10-ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെ വീട്ടുമുറ്റത്തായിരുന്നു സംഭവം. കാട്ടാനെ തുരത്തുന്നതിനിടെ വീണ്ടും ആക്രമണമുണ്ടായി. ഒരാൾക്ക് പരിക്കേറ്റു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.